ചാണ്ടി ഉമ്മൻ എം.എൽ.എ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്നലെ തൊട്ട് തന്നെ താങ്കളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ പല ഇടങ്ങളിൽ പല രീതിയിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ എപ്പോഴും ഇന്ന് പലരുടെയും പ്രതികരണം, നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തെ മാറ്റി നിർത്തി ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ അതൊരിക്കലും നമ്മൾ വിസ്മരിക്കുന്നില്ല, എടുത്തു പറയുന്നു. പക്ഷേ ആ നേട്ടങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുന്ന സംഭവമല്ലല്ലോ ഇത്. ഇത് വ്യക്തിപരമായി എന്റെ അഭിപ്രായം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. പാർട്ടിയുടെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറയുന്നത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ആ കുടുംബത്തെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. എനിക്കിപ്പോ സർക്കാരിനോട് അത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപ, ആ കുടുംബത്തിന് ഒരു ജോലി, ആ കുടുംബത്തെ ദത്തെടുക്കുക, ആ കുട്ടിയുടെ ചികിത്സ എടുക്കുക, ഈ 4 കാര്യങ്ങളെ ഞാൻ സർക്കാരിനോട് പറയുന്നുള്ളൂ. ഈ സംഭവത്തിന്റെ പേരിൽ ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയവും അത് പറയാനാകും, പക്ഷെ ആ കുടുംബത്തെ കൈവടിയരുത്. ഇതുവരെ ഒരു ഫോൺ പോലും ഈ സർക്കാരിൽ നിന്ന് അവിടെ ചെന്നിട്ടില്ല. ഇത് ഏറ്റവും ക്രൂരമായ ഒരു തീരുമാനമാണ്. ഇത് ജനാധിപത്യത്തിന് ചേർന്നല്ല. ഇത് കേരളത്തിന്റെ പേരിൽ വലിയ മേനി പറഞ്ഞു നടക്കുന്നവർക്ക് ഒരർഹതയുമില്ലാത്ത രീതിയിൽ ഒരു ജനാധിപത്യ വിരുദ്ധമായ തീരുമാനമെടുത്തിരിക്കുക. ഇതുവരെ ഒരു വാക്ക്, ഒരു അനുശോചനം വിളിച്ചു പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ആ സർക്കാരിലെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചതേ അർത്ഥമില്ല. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ഇവിടുത്തെ സാധാരണക്കാരനെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ ഗവൺമെന്റിനെ കുറിച്ച് തന്നെ അഭിപ്രായമില്ല. എന്റെ കണ്ണിൽ ആ ഗവൺമെന്റിന് മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാരിന് മാൻഡേറ്റ് നഷ്ടപ്പെട്ടതായിട്ടാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ എം.എൽ.എ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം, ധനസഹായം നൽകുക, അതുപോലെ മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ചികിത്സ അത് സൗജന്യമായി തന്നെ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാവിലെ ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചാണ്ടി ഉമ്മനൊക്കെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷം രൂപ ധനസഹായം ആ കുടുംബത്തിന് നൽകേണ്ടതുണ്ട്. അവർക്ക് അർഹമായ തുക സഹായം അവർക്ക് നൽകേണ്ടതുണ്ട്. അതിന് സർക്കാർ സന്നദ്ധരാകേണ്ടതുണ്ട്. അങ്ങനെ സർക്കാർ സന്നദ്ധരായില്ലെങ്കിൽ അവരെ ഏറ്റെടുക്കുക അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അല്ലെങ്കിൽ അത് പ്രതിപക്ഷം മുന്നോട്ട് വരും. അതിനായി ആ ഒരു സഹായം അവർക്ക് നൽകും എന്നുള്ള ഉറച്ച ഒരു ഉറപ്പ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയുണ്ടായി. ഏതായാലും നമുക്ക് റിപ്പോർട്ടിലേക്ക് ജോസി ബാബുവിലേക്ക് കൂടി പോകാം. ജോസി, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ പരാമർശിക്കുന്നുണ്ട്? മരണകാരണം എന്താണ് പറയുന്നത്? അമൃത, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തലക്കേറ്റ ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കും അതോടൊപ്പം ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിലേക്ക് നയിച്ചത്. ബിന്ദുവിന്റെ തലയൊട്ടി ഈ അപകടത്തിൽ പൊട്ടി തലച്ചോറ് പുറത്തു വന്നു. അതുകൂടാതെ വാരിയല്ലുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പരിക്കുകളുണ്ട്. കൂടാതെ ശ്വാസകോശം, ഹൃദയം, കരൾ അടക്കമുള്ള ആന്തരിക അവയവങ്ങൾക്കെല്ലാം വലിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അപകടമുണ്ടായി അധിക സമയത്തിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരിക്കാമെന്നുള്ളൊരു നിഗമനമാണ് ഫോറൻസിക് റിപ്പോർട്ടിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഫോറൻസിക് റിപ്പോർട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ പ്രതിഷേധമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടന്നത്. ബിന്ദുവിൻ്റെ സംസ്കാരവും ഇന്ന് നടന്നു. ബിന്ദുവിൻ്റെ സംസ്കാരം തലയോലപ്പറമ്പ് കീഴൂരിലെ വീട്ടുവളപ്പിലാണ് നടന്നത്. വലിയ ജനപ്രവാഹമായിരുന്നു രാവിലെ മുതൽ ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ. സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ റീത്ത് സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, KPCC നേതാവ്, അതോടൊപ്പം തന്നെ ജില്ലാ CPM-ന്റെ നേതാക്കൾ, ജില്ലാ BJP-യുടെ നേതാക്കൾ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളൊക്കെയും ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. കുടുംബത്തെ കണ്ട് ആശ്വാസവാക്കുകൾ അറിയിച്ചു. അപ്പോഴും കുടുംബം ആവർത്തിക്കുന്ന പരാതി, അല്ലെങ്കിൽ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞത് ഒരു വലിയ അനാസ്ഥ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. രക്ഷാപ്രവർത്തനത്തിലുള്ള കാലതാമസം അത് താൻ ആദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ. ജോസി, ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യം അത് കുടുംബം ഇന്നലെ തൊട്ട് തന്നെ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം വളരെ വൈകിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കാര്യമായി അവർ ശ്രദ്ധിച്ചില്ല എന്ന് കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് പാർട്ടി സെക്രട്ടറി പറയുമ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹവും പറയുന്നത് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായിട്ടില്ല, ആ അപകടം നടന്നപ്പോൾ തന്നെ തുടർ നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു എന്നാണല്ലോ. തീർച്ചയായും കുടുംബം അത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ പൂർണ്ണമായും സർക്കാരും CPM ഇത് തള്ളിക്കളയുകയാണ്.
ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം നടത്തിയതിനു മുൻപേ തന്നെ മന്ത്രി VN വാസവൻ രാവിലെ മാധ്യമങ്ങളെ തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ ചില രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് ഇത്തരം പ്രചാരണമൊക്കെ നടത്തുന്നത്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ് അപ്പോൾ മന്ത്രിമാർ പങ്കുവച്ചത്, ആരോഗ്യമന്ത്രി അടക്കം പങ്കുവച്ചത്. കുടുംബത്തിന് അടിയന്തര സഹായം ഒരുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുകൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. കലക്ടർ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതിന്റെ ഭാഗമായി സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും പ്രതികരണം വന്നു. ആശുപത്രി അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇപ്പോഴും പറയുന്നത്. ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും കൈമാറി. ഫയർഫോഴ്സും പോലീസും അടക്കം പ്രാഥമിക പരിശോധനകൾ നടത്തി കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു പിന്നീട് പരിശോധന അല്പം വൈകിയത്. യന്ത്രസാമഗ്രികളൊക്കെ എത്താനുള്ളൊരു കാലതാമസം അത് സ്വാഭാവികമായി ഉണ്ടായ കാലതാമസമാണ്, അല്ലാതെ മനഃപൂർവ്വം അത്തരമൊരു കാലതാമസം. ജോസി, ഒരു സംശയം ചോദിക്കട്ടെ. രാവിലെ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഒരു പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. അത് നേരത്തെ അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്നാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അപകടത്തിന് ശേഷം പരിശോധിച്ചപ്പോൾ അങ്ങനെ കണ്ടെത്തിയെന്നാണോ അദ്ദേഹം പറഞ്ഞത്? നേരത്തെ കെട്ടിടത്തിന്റെ ഈ ശുചിമുറിയുടെ ഭാഗത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ബലക്ഷയം ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ആശുപത്രി അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ പൂർണ്ണമായും അടച്ചിട്ടിരുന്നു എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷെ അവിടെ അങ്ങനെ അടച്ചിട്ടിരുന്നിടത്ത് ആളുകൾ എത്തുമെന്നുള്ള സംശയവും പിന്നീട് അവിടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, വാർഡ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ഇന്ന് കലക്ടർ എത്തിയപ്പോഴും കലക്ടറും അക്കാര്യമാണ് പറഞ്ഞത്. ഈ 10ാം വാർഡിലെ അപകടമുണ്ടായ സമീപത്തെ 14ാം വാർഡിലെ അടക്കം രോഗികൾക്ക് എളുപ്പത്തിൽ വരാൻ ഈ ശുചിമുറികളുടെ 3ാമത്തെ നിലയിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. അതുകൊണ്ട് രോഗികൾ ആവശ്യപ്പെട്ട പ്രകാരം പിന്നീട് എപ്പോഴോ തുറന്നു കൊടുത്തിട്ടുണ്ടാകാം എന്നതാണ് കലക്ടറും ഈ വിഷയത്തെ ലഘൂകരിച്ച് പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. വലിയ വിമർശനങ്ങൾ സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഇന്നും യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും വിവിധ സംഘടനകളുടെയും വെൽഫെയർ പാർട്ടിയുടെ അടക്കം പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം ആരോഗ്യമന്ത്രിക്കും മന്ത്രി VN വാസവൻ അടക്കം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് സൂപ്രണ്ട് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ചില സമീപനങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകിയത് പുറത്തുപോയത് സർക്കാരിനും CPM-നും ഒക്കെ വലിയ നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ